ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അദാലത്ത് ഒരു കോളേജിന് മാത്രം നടത്തുന്നതിൻ്റെ ഒരു സാങ്കേതികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് MES-നെയും ദേവസ്വം ബോർഡിനെയും കൂടെ പങ്കെടുപ്പിച്ചു. യഥാർത്ഥം അവർക്ക് നാമമാത്രം എന്തോ കൊടുത്തു, പേരുദോഷം ഉണ്ടായി. ഞാൻ SN ട്രസ്റ്റിന് മാത്രമല്ല എല്ലാവർക്കും കൊടുത്തു. ഇവർ അപേക്ഷ കൊടുത്തിരിക്കുക, ഇവരുടെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങിക്കാണും അല്ലേ? അത് അന്നേരം വാങ്ങിയിട്ടുണ്ട്. അത് അവർ പറയട്ടെ. അല്ലെങ്കിൽ അതെ, ഇതിനകത്ത് അവർക്ക് നാമമാത്രമായിട്ടേ ഉള്ളൂ. അവിടെ പിന്നെ സ്റ്റുഡൻസും ഉണ്ട്. ഇനി ഇവിടെയാണ് ഒരു ഭീകരമായ തട്ടിപ്പ് നടക്കുന്നത്. അതായത് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിൽ 8ഉം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 1ഉം ആയി 9 അധ്യാപകർ, കെമിസ്ട്രി അധ്യാപകർക്ക് അപേക്ഷ ക്ഷണിച്ചു. 2024 സർക്കാർ ഉത്തരവനുസരിച്ച് 11 കെമിസ്ട്രി അധ്യാപകർ അധികമാണ്. അത് ഇനി ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 9 എടുത്താൽ മതി. പിന്നെ 2 പേര് മിച്ചമാണ്. ഇനിയുണ്ട്. അതായത് ഇപ്പോ ഇത് കൂടാതെ വേറെ ഞാൻ പറയാം. അതായത് കെമിസ്ട്രി അധ്യാപക തസ്തിക 9 എണ്ണത്തിന് 2 യൂണിവേഴ്സിറ്റിയിലും കൂടാണ് വിളിച്ചേക്കുന്നത്. ഈ സമയത്ത് തന്നെ കേരള, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളായി 11 കെമിസ്ട്രി അധ്യാപകർ അധികമായി നിൽക്കുന്നു. ഇവിടെയും ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അന്ന് അധികമായി കഴിഞ്ഞതിന് ശേഷം കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നീ വിഷയങ്ങളിൽ ഇദ്ദേഹത്തിന്റെ വീട് തൊട്ട് അടുത്തുള്ള ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ എസ് എൻ കോളേജിൽ പോയി അന്വേഷിക്കുക. ഞാൻ പഠിച്ച കോളേജാ. അപ്പൊ ചെങ്ങന്നൂർ എസ് എൻ കോളേജില് അവിടെ ഈ 3 വിഷയങ്ങൾക്കും ഡിഗ്രി കോഴ്സിന് പിള്ളേരില്ല. ഒന്നാമത് ആ കോളേജ് ചെന്ന് പറ്റിയ വലിയ ബുദ്ധിമുട്ടാണ്. ആല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച. ഞങ്ങളൊക്കെ നടന്നൊക്കെ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ പിന്നെ അധ്യാപകർ അധികമല്ലേ? അതെ. അവിടെ തന്നെ MSc ഫിസിക്സിന് കഴിഞ്ഞ പ്രാവശ്യം 2 വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയത്. സെക്കൻഡ് ഇയർ ആയപ്പോൾ അതും ഇല്ലെന്നാണ്. MScക്കൊന്നും ആരും ഇല്ല. MScക്ക് പിന്നെ എന്തിനേലും പോകുന്ന MCOM-നൊക്കെ 3-4 പിള്ളേർ കാണും. അത്രേ ഉള്ളൂ. ഇത്രയും അധിക സസ്യം നിൽക്കുകയും പിന്നീട് തന്നെ വിദ്യാർത്ഥികൾ ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ ഇതല്ല എക്സസ് ഇതിൽ കൂടുതൽ വരും. ഇത് പഴയ 2024 കണക്കാണ്. പിന്നെ എങ്ങനെയാണ് ഒറ്റ വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് ഈ പറയുന്ന 11 തസ്തിക ഉണ്ടായി? ഇവിടെയാണ് തട്ടിപ്പ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉള്ള നമ്മൾ പറഞ്ഞ ഈ 11 തസ്തിക അധികവും നമ്മൾ ഇപ്പൊ പറഞ്ഞ 7 എന്നല്ലേ പറഞ്ഞു? അത് 8 എണ്ണം ഈ കെമിസ്ട്രിക്ക് അനുവദിച്ചത്. കെമിസ്ട്രിക്ക് 9 എണ്ണമാണ്. അപ്പൊ 20 എണ്ണം അധികമായി. ഇതൂടെ വരുമ്പോഴത്തേക്ക് 20 പേര് അധികമായി. ഇനി അവിടെ ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ വിവരാവശ്യം ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിവരം, ചാത്തന്നൂർ എസ് എൻ കോളേജിൽ നിരവധി തസ്തികൾക്ക് ചാത്തന്നൂർ എസ് എൻ കോളേജിലേക്ക് എന്ന് പറയുന്നത് 16 മണിക്കൂർ താഴെ മാത്രം ജോലി ചെയ്യുന്ന ഫിസിക്സിന് ഒരു അധ്യാപകൻ, കെമിസ്ട്രിക്ക് 2 പേർ, ഇംഗ്ലീഷിന് 1, ബോട്ടണി 1. അവിടെ അധികം. അപ്പം ഈ പറയുന്ന പെർമനന്റ് അധ്യാപകർ 16 മണിക്കൂറിൽ താഴെ ജോലി ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, കേരളത്തിനകത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ ആ സബ്ജക്റ്റിൽ ഒരു അധ്യാപക ഒഴിവ് വന്നാൽ ഇയാളെ അങ്ങോട്ട് മാറ്റണം. ഈ അധ്യാപക അതാ നിയമം. അങ്ങോട്ട് മാറ്റുകയും ഇവിടെ താൽക്കാലിക അധ്യാപകനെ വെക്കണം, ഗസ്റ്റ് ലെക്ചർ വെക്കണം. ഇത് നഷ്ടം വരുന്ന ആർക്കാ? കേരള ഗവൺമെന്റിനാണ് നഷ്ടം വരുന്നത്.